സോ ചെയിൻ ലൂബ് യൂസിങ് ഗിയർ ഓയിൽ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് അതിനെപ്പറ്റി ഒരു റിവ്യൂ ഫീഡ്ബാക്കോ പറയാൻ പറ്റില്ല. അവനൊക്കെ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാനാണ് കൂടുതലും ചാൻസസ്. അപ്പോൾ ഈ ഒരു ഗിയർ ഓയിൽ വെച്ചിട്ട് ഞാൻ ചെയിൻ ലൂബ് ചെയ്ത് തുടങ്ങിയിട്ട് എറൗണ്ട് ഒരു 5-6 ദിവസം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. കിലോമീറ്ററിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 39, സിനിമ കാണാൻ പോയത് അങ്ങോട്ട് കൊണ്ടൊരു 30, 70, പിന്നെ അവിടെ ഒരു 100+ കിലോമീറ്റേഴ്സ് എന്തായാലും ഞാൻ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ഗിവ് എ പ്രോപ്പർ റിവ്യൂ ആൻഡ് ഫീഡ്ബാക്ക്. ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു സാധനം യൂസ് ചെയ്യണോ അതോ തിരിച്ച് വീണ്ടും പഴയ ചെയിൻ ലൂബിലോട്ട് പോകണമെന്ന്. ഫസ്റ്റ് ഓഫ് ആൾ എൻ്റെ വണ്ടി ഓരോ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ ഡസ്റ്റിംഗ് കാറിലൊന്നും ഒട്ടും കഴിവിട്ടില്ല, അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാധനം അറിയാൻ പറ്റും, അത്യാവശ്യം മഴയത്തെ ചെളിയിലൊക്കെ കൂടെ തന്നെ ഓടിയ വണ്ടിയാണ്. ഒരു ദിവസം മഴയത്തൊക്കെ ഓടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്രയും ചെയിൻ ലൂബും കാര്യങ്ങളൊന്നും വിയറോട്ടായിട്ട് പോയിട്ടില്ല. പിന്നെ നമ്മുടെ നോർമൽ ഓയിലിൻ്റെ കടി കുറച്ചുകൂടി തിക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച കണക്കുള്ള രീതിക്കുള്ള സ്പില്ലേജ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എക്സസീവായിട്ട് ഇതിൽ ഗിയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഞാൻ എടുത്ത ഗിയർ ഓയിൽ എന്ന് വെച്ചാൽ യമാലൂബിൻ്റെ ഒരു ഗിയർ ഓയിലാണ് എടുത്തത്. ഇതിന് 100 ml 57 രൂപയാണ് പ്രൈസ് വന്നേക്കുന്നത്. ഞാൻ വലിയൊരു ബോട്ടിൽ വാങ്ങിക്കാത്തതിൻ്റെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ആരെങ്കിലും പറയുന്നിട്ട് വലിയ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് ഇത് കുളമായിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തിരിച്ച് ചെയിൻ ലൂബിനെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അത്രയും ഒരു കോസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങി ടെസ്റ്റ് അടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ചെറിയ ബോട്ടിലാണെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇതിലൊരു 4-5 പ്രാവശ്യം ലൂബ് ചെയ്യാൻ വേണ്ടി ഉള്ള ക്വാണ്ടിറ്റിയിലുള്ള ഓയിലുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതാണ് ലാഭം. നമ്മളൊരു 250 രൂപയ്ക്ക് ഒരു ചെയിൻ ലൂബ് വാങ്ങിച്ചാൽ പോലും നമുക്ക് 2-3-4 പ്രാവശ്യത്തിൽ കൂടുതൽ അടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതിൽ കൂടുതൽ എന്തായാലും യൂസ് ചെയ്യാം. 57 രൂപ പ്രൈസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് ചെയ്യണോ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 150 ഇല്ല 100+, 115 ഇടയ്ക്കുള്ള കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ അതറിയാൻ പറ്റും ചെയിനിൽ ഞാൻ വിചാരിച്ച രീതിക്കുള്ള സ്പില്ലേയും കാര്യങ്ങളൊന്നുമില്ല. പെർഫോമൻസിലൊന്നും ചെയിൻ ലൂബിനും ഇതും തമ്മിൽ എനിക്ക് ഒട്ടും വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് മഴയത്ത് സ്പില്ലായി പോകുന്നുള്ളതാണ് ഡൗട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, 2 ദിവസം അടുപ്പിച്ച് മഴയത്ത് ഓടിയിട്ടുണ്ട്. വലിയ രീതിക്കുള്ള സ്പില്ലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ സ്പില്ലാവാതിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ട് ഒരിക്കലും ഗിയർ ഓയിൽ ഇതിൽ അപ്ലൈ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടയറിൽ ഫുള്ള് അപ്ലൈ ആവും. ഇതിലിപ്പോൾ വലിയ ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാടൊന്നും സ്പില്ലേജ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ കറക്റ്റ് എൻ്റെ ഈ ഒരു ഗിയർ ഓയിൽ വെച്ചിട്ട് എൻ്റെ ഈ ഓറഞ്ചിൽ മാത്രം ഇട്ടത്. അങ്ങനെ ചെയ്തുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഓറഞ്ചിൽ ഇറങ്ങിയിട്ട് കുറച്ച് നമ്മൾ സ്റ്റേഷനറി വെച്ചേക്കുമ്പോൾ ആ ഓയിൽസിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇത് അബ്സോർബ് ആയിരിക്കും. അപ്പോൾ സ്പില്ലേജും കാര്യങ്ങളൊക്കെ വളരെ ലോ ആയിരിക്കും. പിന്നെ സ്പില്ലേജ് ഉണ്ട്, അത് ഇവിടെയായിട്ട് സെൻട്രൽ സ്റ്റാൻഡിൻ്റെ അവിടെ കുറച്ച് സ്പില്ലേജ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഓടുമ്പോൾ വന്നല്ലെന്ന്. ഓടുമ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ടയറിൽ നല്ല രീതിക്ക് വരണം. ടയറിൽ ഉണ്ട്, പക്ഷേ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ മാത്രം സ്പില്ലേജ് ആയിട്ട് ഒരുപാട് ഡർട്ടൊന്നും ഞാൻ വിചാരിച്ചതൊക്കെ ആയിട്ടില്ല. നിങ്ങളതവ ചെയ്യുമ്പോൾ ഒരുപാട് ഡർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ചെയിൻ ലൂബ് ഇതിന് വില കുറവായതുകൊണ്ട് വാരിക്കോരി അതിലങ്ങും അടിച്ചുകൊണ്ടായിരിക്കും വന്നത്. ഇവിടെ ഇതുള്ളതിൻ്റെ കാരണം വെച്ചാൽ രാത്രി ട്യൂബായിട്ട് വെച്ചേക്കുന്ന സമയത്ത് കുറച്ച് പറ്റും, പിന്നെ ഓടുമ്പോഴും കുറച്ച് പറ്റും. എന്തായാലും ഞാൻ വിചാരിച്ച അത്രയും സ്പില്ലേജും കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഓഫ്കോഴ്സ് നിങ്ങൾ ലോങ് ആയിട്ട് എവിടെയെന്നൊക്കെ ട്രിപ്പ് പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മറ്റേത് ഒരു 500-600 കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു 10, 200, 300 കിലോമീറ്ററിലെ ഇതിൻ്റെ കാര്യം തീരും. അപ്പോൾ ലോങ് ഒക്കെ പോകാൻ വേണ്ടി ചെയിൻ ലൂബായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അല്ല ഡെയിലി യൂസിനും കാര്യമൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ അത്രയും ലാസ്റ്റ് ചെയ്യില്ല. കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ചെയ്യേണ്ടി വരും. എങ്കിലും ആ ഒരു കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ലാഭമാണ്. 57 രൂപയ്ക്ക് 4 പ്രാവശ്യം ലൂബ് ചെയ്യുന്നതും 250 രൂപയ്ക്ക് 4 പ്രാവശ്യം ലൂബ് ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളെ ചെയിൻ മെയിൻ്റനൻസ് എക്സ്പെൻസ് നിങ്ങൾക്ക് 2-3 സ്പ്രോക്കറ്റ് വാങ്ങിക്കുന്ന പൈസ അനുപ്പിച്ച് നിങ്ങൾക്കാവും. ആ എക്സ്പെൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്ന സമയത്ത് ആ ലൈക്ക് നിറച്ചേക്ക്. വീണ്ടും കുറച്ചുകൂടെ കാണുമ്പോഴത്തേക്ക് വീണ്ടും ബോറടിക്കും. അപ്പോഴത്തേക്ക് കമൻറ്റ് വല്ലതും ചെയ്യാൻ പറ്റും. വീണ്ടും ബോറടിച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെയും കാണുമ്പോൾ വീണ്ടും ബോറടിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ തിരിച്ചടിക്കാൻ എനിക്ക് പറയാൻ പറ്റും. ചില കണ്ടൻറ്റൊക്കെ അങ്ങനെയാണ്, കുറച്ച് ബോറിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രോപ്പർ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ട് ബയോയിൽ തന്നെ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എന്നെ ഇൻസ്റ്റയിൽ കൂടെയൊക്കെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.